ഹലോ ഹായ് ഡിയർ ഫ്രണ്ട്സ്. അപ്പോൾ ഡിന്നറിനുള്ള പരിപാടികൾ ചെയ്യാൻ പോവുകയാണ്. അപ്പോൾ ഇന്ന് ഡിന്നറിന് ഞാനൊരു സ്പെഷ്യലായിട്ടുള്ളൊരു ഐറ്റമാണ് ഉണ്ടാക്കുന്നത്. അതുകൊണ്ട് തന്നെ അത് ഷൂട്ട് ചെയ്ത് നിങ്ങൾക്കും കൂടെ കാണിച്ചു തരാമെന്ന് ഞാൻ വിചാരിക്കുന്നു. അതായത് ലാച്ച പറാട്ട. ലാച്ച പറാട്ട എന്ന് പറഞ്ഞാൽ പല രീതിയിൽ ചെയ്യും. അത് ലെയേഴ്സ് കിട്ടുന്ന ചപ്പാത്തിയാണ്, ലെയേഴ്സായിട്ട് വരുന്ന ചപ്പാത്തി. ആട്ടയിലാണ് ചെയ്യുന്നത്, ഗോതമ്പിൽ. അപ്പോൾ നല്ല ടേസ്റ്റാണ്. അത് പല രീതിയിലുള്ള സ്റ്റഫിങ് വെച്ചിട്ട് ചെയ്യാൻ പറ്റും. ഇപ്പോൾ ഒരു ഗാർലിക്കിൻ്റെ ഫ്ലേവർ കൊടുത്ത് ചെയ്യാം, ഉള്ളി ഫ്ലേവറിൽ ചെയ്യാം, ഒണിയൻ ലാച്ച പറാട്ട ചെയ്യാം, പിന്നെന്താ പറയുക, ഈ സ്പ്രിംഗ് ഒണിയൻ വെച്ചിട്ട് ചെയ്യാം. അല്ലാതെ സ്പ്രിംഗ് ഒണിയൻ ഇല്ലെങ്കിൽ കുഞ്ഞായിട്ട് അരിഞ്ഞ് സവാളയോ ചെറിയ ഉള്ളിയോ ചേർത്താലും മതി. പിന്നെ പല ഫ്ലേവേഴ്സ്, കുറച്ച് സ്പൈസപ്പ് ചെയ്ത് വേണമെങ്കിൽ ചെയ്യാം, സ്പൈസി ആയിട്ട്. കുറച്ച് വെജിറ്റബിൾസ്, മിക്സ്ഡ് വെജിറ്റബിൾ വെച്ച്, അങ്ങനെ പല പല കാര്യങ്ങളിൽ ചെയ്യാം. ഞാനിപ്പോൾ കുറച്ച് സ്പ്രിംഗ് ഒണിയൻ ഉണ്ട്, അപ്പോൾ അതൊക്കെ വെച്ചിട്ടൊരു ലാച്ച പറാട്ട ചെയ്യാൻ പോകുന്നു. ഈസി ഒരു മെത്തേഡിലാണ് ചെയ്യുന്നത്, അതിൻ്റെ റോളിങ്ങും കട്ടിങ്ങും എല്ലാം. അപ്പോൾ ഈ ലാച്ച പൊറോട്ടയുടെ കൂടെ ഇനിയിപ്പോൾ ഒരുപാട് സമയമൊന്നും എടുക്കാണ്ട് നമുക്കൊരു കറി ഉണ്ടാക്കണം. അങ്ങനെയാണെങ്കിൽ വലിയ കറി വേണ്ട, ശരിക്കും അത് മാത്രമായിട്ടും കഴിക്കാൻ പറ്റും. നിറച്ച് വെണ്ണയോ ബട്ടറോ അത് നെയ്യോ ഒക്കെ ഇട്ട് ചെയ്യാം. അല്ലാന്നുണ്ടെങ്കിൽ ഒരു ടൊമാറ്റോയുടെ ഒരു ചട്നി പോലെ ഒരു കാര്യം ചെയ്തിട്ട് അതൊരു സൈഡായിട്ട് വെച്ച് കഴിക്കാം. അങ്ങനെ ചെയ്യാം. പല രീതിയിൽ അച്ചാറ് വെച്ച് കഴിക്കാം, ഒക്കെ ഓക്കെയാണ്. അപ്പോൾ എന്തായാലും തുടങ്ങാം. അതായത് ഗോതമ്പ് മാവിലാണ് നമ്മൾ ചെയ്യണമെന്ന് ഞാൻ പറഞ്ഞല്ലോ. സാധാരണ ചപ്പാത്തിക്ക് കുഴയ്ക്കുന്ന പോലെ തന്നെ ഇതിപ്പോൾ 2 കപ്പ് ചപ്പാത്തി മാവ് എടുത്ത് വെച്ചിട്ടുണ്ട്, ഗോതമ്പ് മാവ്, ആട്ട. അതിനകത്തേക്ക് കുറച്ച് ഉപ്പിട്ടിട്ട് കുറച്ച് ഓയിൽ, ഒരല്പം ഓയിൽ, 1 ടീസ്പൂൺ ഓയിലും കൂടെ ഒഴിച്ചിട്ട് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് നമുക്ക് മാവ് കുഴച്ചെടുക്കാം. ഇനി ഇതിലേക്ക് കുറച്ച് ഉപ്പ് ചേർക്കാം, കുറച്ച് വെള്ളം, കുറച്ച് എണ്ണ, ഒരല്പം എണ്ണ. ഇതിങ്ങനെ കുഴച്ചെടുക്കാം. നമ്മൾ ചപ്പാത്തിക്കല്ല മാവ് കുഴയ്ക്കുന്ന സെയിം മെത്തേഡ്, ഒരു മാറ്റവും ഇല്ല. ഞാൻ എൻ്റെ മോതിരം ഒന്ന് ഊരി വെച്ച് ഇടയ്ക്ക് കംപ്ലീറ്റ് കുഴച്ച് തുടങ്ങുന്നതിന് മുന്നേ അതാണ് ഇടയ്ക്കൊരു ഇൻ്ററപ്ഷൻ വന്നു. ഓക്കെ, അപ്പോൾ നല്ല സോഫ്റ്റായിട്ടൊരു ഡോ ആയിട്ട് പരത്തി കഴിഞ്ഞു. ഇനി ഇത് ഒരു 10 മിനിറ്റ് അടച്ച് വയ്ക്കാം, മാറ്റി വയ്ക്കാം. അത് കഴിഞ്ഞിട്ട് നമുക്ക് ഉണ്ടാക്കി തുടങ്ങാം. അപ്പോൾ ഏകദേശം 10 മിനിറ്റ് കഴിഞ്ഞു. നല്ല സോഫ്റ്റായിട്ടാണ് ഞാൻ കുഴച്ചെടുത്തിരിക്കുന്നത്, കാണുമ്പോൾ അറിയാമല്ലോ. ഇറ്റ്സ് വെരി സോഫ്റ്റ്. എന്നാൽ കയ്യിലൊട്ടുന്ന രീതിയല്ല. അതിനാണ് ഒരു ടേബിൾ സ്പൂൺ അല്ലെങ്കിൽ ഒരു 1.5 ടീസ്പൂൺ എണ്ണ ഒഴിച്ചാലും മതി. ഇനി ഇതിൽ നിന്നും ബോൾസ് എടുക്കാം, ചെറിയ ഉരുളകൾ ഉരുട്ടാം. ഒരുപാട് ചെറുതല്ല, മീഡിയം. സാധാരണ നമ്മൾ ചപ്പാത്തിക്കൊക്കെ എടുക്കുന്ന ആ ഒരളവ്. നമ്മൾക്ക് ആവശ്യമുള്ളത് ഇത്ര മതി ഇവിടെ. അതിനനുസരിച്ചിട്ടാണ് ഞാനിപ്പോൾ എടുത്തിരിക്കുന്നത്. 2 കപ്പ് മാവ്, അതായത് 2 എണ്ണം വെച്ചിട്ട് മിക്കവാറും ഇങ്ങനൊരു പൊറോട്ട 2 അല്ലെങ്കിൽ മാക്സിമം 3 അത്ര കഴിക്കാൻ പറ്റുള്ളൂ. അപ്പോൾ 6 ലാച്ച പൊറോട്ട കിട്ടും. ഇനി ഓരോന്നായിട്ട് പരത്തി തുടങ്ങാം. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ റെഡി. ചപ്പാത്തിയുടെ മാവ് കുഴച്ച് ഉരുട്ടി വെച്ചിട്ടുണ്ട്. ഇച്ചിരി ലൂസ് മാവ് വയ്ക്കണം. കുറച്ച് ഇതിലിപ്പോൾ നെയ്യാകാം, ബട്ടറാകാം, അതല്ലെങ്കിൽ ഓയിലാകാം. ഇതിപ്പോൾ ഞാൻ ഓയിലാണ് എടുത്തിരിക്കുന്നത്. ഇത് സ്പ്രിംഗ് ഓണിയൻ, അതിൻ്റെ ആ ചെറിയ ഉള്ളിയും കൂടി ചേർത്തിട്ട് അരിഞ്ഞെടുത്തിട്ടുണ്ട്. ഇതില്ലാന്നുണ്ടെങ്കിൽ ചെറിയ സവാളയോ കൊച്ചുള്ളി ചെറുതായി അരിഞ്ഞെടുത്താലും മതി. കുറച്ച് മല്ലിയിലയും എല്ലാം കൂടി ഇട്ട് കഴിഞ്ഞാൽ ഒരു ഗ്രീൻ ഫീലും കിട്ടും. ഇനിയിപ്പോൾ ചെയ്യുന്ന പരിപാടി എന്ന് പറഞ്ഞാൽ ആദ്യം ഉരുള എടുക്കുന്നു, ഇങ്ങനെ പരത്തി തുടങ്ങാം. ഏകദേശം റൗണ്ട് ഷേപ്പിൽ കിട്ടിയിട്ടുണ്ട്. ഇനി ഇതിനെ ചെറിയ എണ്ണ ഒഴിച്ചിട്ട്, എണ്ണ ഓർ നെയ്യ്, ചുടുമ്പോഴും നമ്മൾ നെയ്യോ വെണ്ണയോ നെയ്യോ എണ്ണയോ എന്ത് വേണമെങ്കിലും ആകാം. അപ്പോൾ ഇതിൻ്റെ മുകളിലായിട്ട് ഗോതമ്പ് പൊടി ഇങ്ങനെ ഇട്ട് കൊടുക്കാം. സ്പ്രിംഗ് ഓണിയൻ, പ്രസ് ചെയ്ത് കൊടുക്കാം. ഇനി ഇങ്ങോട്ട് മടക്കാം. ഇതിൻ്റെ മുകളിലായിട്ട് സെക്കൻഡ് ഫോൾഡ് ഇങ്ങനെ. ഓക്കെ, ഇനി ഇത് ചെറുതായിട്ടൊന്ന് ഒരു കാര്യം ചെയ്യാം, ഇച്ചിരി മാവ് ഇങ്ങനെ ഇട്ടിട്ട് ചെറുതായിട്ടൊന്ന് പ്രസ് ചെയ്യാം.
ഇനി ഇവിടെ നിന്ന് റോൾ ചെയ്യാം. ഓക്കെ, ഇനി ഈ റോൾ ചെയ്തതിനെ ഇങ്ങനെ ആക്കാം. ഓക്കെ, ഒരു റാ പോലെ, ഒരു മഴവില്ല് പോലെ എന്ന് പറയാം. എന്നിട്ടൊരു കത്തി എടുത്തിട്ട് സെൻറ്ററിൽ നിന്നും ഇങ്ങനെ കുറച്ചൊന്ന് മുറിക്കാം. എന്നിട്ട് ഫുൾ അങ്ങ് താഴെ വരെ പോകണ്ട, ഒരു ഹാഫ് പോയാൽ മതി. ഇനി ഇത് പരത്താം. എത്ര ലെയേഴ്സാണ് നോക്കിയേ. കുറച്ച് മാവും കൂടെ ഡസ്റ്റ് ചെയ്തിട്ട് പരത്തിയെടുക്കാം. ഇപ്പോൾ സ്പ്രിംഗ് ഒണിയൻ അല്ലെങ്കിൽ ഉള്ളി അരിഞ്ഞത് അല്ലെങ്കിൽ മല്ലിയില അരിഞ്ഞത് ഇങ്ങനത്തെ കാര്യങ്ങൾ വേണമെങ്കിലും നമുക്ക് ഇടയിൽ ഇടാം. പിന്നെ ഗാർലിക്ക് ചെറുതായിട്ട് ചോപ്പ് ചെയ്ത് ചേർക്കാം. നല്ല ഷേപ്പിൽ തന്നെ കിട്ടിയിട്ടുണ്ട്. അങ്ങനെ ലാച്ച പറാട്ടാസ് വിത്ത് ഉള്ളി സ്റ്റഫിങ് സ്പ്രിംഗ് ഒണിയൻ അത് പരത്തി കഴിഞ്ഞു. ഇത് നോക്കിക്കോളൂ, ചൂടാൻ പോകും. തവ നല്ല ചൂടായി കിടക്കുന്നു. ഒന്ന് വാടുമ്പോൾ നമ്മളിങ്ങനെ തിരിച്ചിടും. ആസ് യൂഷ്വൽ നമ്മൾ ചപ്പാത്തിക്കെല്ലാം അങ്ങനെയല്ലേ ചെയ്യണേ, അതുപോലെ തന്നെ സൈഡ്സ് ഇങ്ങനെ വിട്ട് ഇങ്ങനെ പൊങ്ങി വരും. അന്നേരം വീണ്ടും തിരിച്ചിടണം. കണ്ടില്ലേ, മുകളിലേക്ക് വരുന്നൊരു സിസ്റ്റം. പ്രസ് ചെയ്ത് കൊടുത്താൽ മതി. സാധാരണഗതിയിൽ നല്ല കരുകരുപ്പായിട്ട് നല്ല മുരിച്ചാണ് എടുക്കുന്നത്. ഓയിൽ അല്ലെങ്കിൽ ഗീ, ഇതിപ്പോൾ ഞാൻ ഗീ ആണ്, അല്ലെങ്കിൽ ബട്ടർ തേച്ച് കൊടുക്കാം. നല്ല മുരിഞ്ഞ് റെഡിയായി വരും. തീരൽപ്പം കുറച്ചിട്ടുണ്ട്. നമുക്ക് കരിയേണ്ട ആവശ്യമില്ല, നല്ല മുരിഞ്ഞാൽ മതി. യെസ്, സെറ്റ്. എൻ്റെ ഫോൾഡുകളെല്ലാം ഇനി കാണിച്ചു തരാം. രണ്ടാമത് ഫസ്റ്റ് വൺ റെഡി. ഇനി അടുത്തത് ഇടാം. അങ്ങനെ ചൂടായിട്ട് നമുക്ക് ചുട്ടെടുക്കാം. അതിൻ്റെ സൈഡ് ഡിഷായിട്ട് നമുക്കൊരു ടൊമാറ്റോ ചട്നി കറി ഉണ്ടാക്കാം. അപ്പോൾ വീണ്ടും ഒരു ചപ്പാത്തിക്ക് ഒരു റോൾ എടുക്കുന്നു. ഒരു ചപ്പാത്തി ബോൾ എടുത്തു. ഇത് ഞാൻ വേറൊരു ഫില്ലിങ്ങാണ് കൊടുക്കാൻ പോണത്, നോക്കോളൂ. ഓൾമോസ്റ്റ് റൗണ്ട് ആവണം നിർബന്ധമൊന്നുമില്ല കേട്ടോ. റൗണ്ട് ആയാൽ നല്ലത്, ഇല്ലെങ്കിൽ കുഴപ്പമൊന്നുമില്ല. ഓയിൽ, കുറച്ച് ഗോതമ്പ് പൊടി ഇങ്ങനെ ഇട്ട് കൊടുക്കുന്നു. ഇതിലേക്ക് കുറച്ച് കുഞ്ഞായിട്ടരിഞ്ഞ സവാള, കുറച്ച് ഗാർലിക് വെളുത്തുള്ളി ചെറുതായിട്ടരിഞ്ഞതും, കുറച്ച് ചില്ലി ഫ്ലേക്സ്. കൂടിയാൽ ഭയങ്കര എരിവായിരിക്കും. ഇത്രയും കാര്യങ്ങൾ ഇട്ടു സ്റ്റഫിങ്. ഓക്കെ, ഇനി എന്താണ്, അങ്ങോട്ട് മടക്കുന്നു, തിരിച്ചിങ്ങനെ മടക്കും. ചെറുതായിട്ടൊന്ന് റൂളർ വെച്ചിങ്ങനെ പ്രസ് ചെയ്തിട്ട് ഇവിടെ നിന്ന് ഇങ്ങനെ മടക്കി തുടങ്ങും. റോളി. ഓക്കെ, ഇനി ഇവിടെ നിന്ന് ഇങ്ങനെ ഒന്ന് മടക്കാം, സെമി സർക്കിൾ പോലെ. എന്നിട്ട് നടുക്കായിട്ട് ഇങ്ങനെ കട്ട് ചെയ്ത് കൊടുക്കാം. അതേ നോക്കിയേ. യെസ്,
ഈ ലെയേഴ്സൊക്കെ കാണാമല്ലോ, ഇത് തന്നെയാണ് അതിൻ്റെ ലെയേഴ്സ്. ഇനി ഇതിങ്ങനെ പരത്തിയെടുക്കാം. നമുക്ക് ആവശ്യമനുസരിച്ചിട്ട് കുറച്ച് മാവെല്ലാം ഡസ്റ്റ് ചെയ്ത് തിരിച്ചും മറിച്ചും ഓക്കെ. ഇനി ഇതൊന്ന് ചുട്ടെടുക്കാം. ഇത് നേരത്തെ ചെയ്ത പോലെ തന്നെ ചുട്ടെടുക്കാം. കുറച്ച് നെയ്യ് തടവി തിരിച്ചും മറിച്ചും ഇട്ട് ചുട്ടെടുക്കാം. കുറച്ച് നെയ്യ് തടവാം. ആഹാ, നല്ല മണം. ഗാർലിക് ആൻഡ് ഓണിയൻ സ്മെല്ല്. ആഹാ, വെരി നൈസ്. ചില്ലി ഫ്ലേക്സ് ഒക്കെ അകത്തുണ്ട്, കഴിക്കുമ്പോൾ കറക്റ്റായിട്ട് കിട്ടും. പറ്റുന്ന പോലെ കുറച്ച് നല്ല കനം കുറച്ച് ചെയ്യുകയാണെങ്കിൽ കുറച്ചുകൂടെ നല്ല ഫ്ലേക്കി ആയിട്ട് എടുക്കാൻ പറ്റും. ഇത് കുറച്ച് കനം കുറച്ച് തന്നെയാണ് ഞാൻ ചെയ്തിരിക്കുന്നത്. നല്ല പുള്ളി വരുന്നു. നോക്കിയേ, ഇങ്ങനെ കൊമളിച്ച് വരും. ഇച്ചിരി നെയ്യ് തടവി കൊടുക്കാം. പുള്ളി വരുന്ന നോക്കിയേ. നെയ്യ് നിർബന്ധമായിട്ട് ചെയ്യണമെന്നില്ല കേട്ടോ, ടേസ്റ്റ് കൂടാനായിട്ടാണ് നെയ്യ് എണ്ണയൊക്കെ ചെയ്യുന്നത്. അല്ലാതെ വെറുതെ വേണമെങ്കിലും ഡ്രൈ ആയിട്ട് വേണമെങ്കിലും ആകാം. പക്ഷെ എന്തായാലും ഇത് ഭയങ്കര അത്യാവശ്യം റിച്ചായിട്ട് ചെയ്യുന്ന കാര്യമാണ്. ഇതൊരു ഹെൽത്തി ഡയറ്റ് ഫുഡാണെന്നൊന്നും ഞാൻ പറയില്ല. ഇറ്റ്സ് ഡിഫറെൻറ്റ്. കഴിഞ്ഞു, എടുക്കാം. ഓണിയൻ ആൻഡ് ഗാർലിക് ലാച്ച അതിൻ്റെ മുകളിലായിട്ട്. ഓക്കെ, നല്ല ക്രിസ്പി ലെയേഴ്സ് എല്ലാം കാണാമല്ലോ. അപ്പോൾ ഇനി ഒരു സൈഡ് ഡിഷ്, അതായത് ടൊമാറ്റോ ചട്നി ഉണ്ടാക്കാം. പെട്ടെന്ന് ചെയ്യാം. ഓക്കെ, ആദ്യം ഒരല്പം എണ്ണ ഒഴിച്ച് കൊടുക്കാം. ഒരു 3 ടൊമാറ്റോ അതിങ്ങനെ രണ്ടായിട്ട് മുറിച്ച് വെച്ചിട്ടുണ്ട്. അതിങ്ങനെ പ്രസ് ചെയ്ത് കൊടുക്കാം. കുറച്ച് ഗാർലിക്, ഒരു 2 വലിയ വെളുത്തുള്ളി, ഒരു 2 എണ്ണം രണ്ടായിട്ട് ഇങ്ങനെ മുറിച്ചിടാം. അപ്പോൾ ഇങ്ങനെ ഒരു സൈഡിൽ ഇങ്ങനെ മൊരിയട്ടെ. സവാള, ഇത് ഒരു വലിയ സവാള, അതും ഇങ്ങനെ ഇതിനകത്ത് വലിയ പീസസ് ആക്കിയിട്ട് ഇങ്ങനെ ഇടുക. കിടക്കട്ടെ. പൊട്ടിത്തെറികളുടെ ഒരു ബഹളമായിരിക്കും, കുഴപ്പമില്ല. വെളുത്തുള്ളി ഇങ്ങനെ കുറച്ച് മൂത്ത് കഴിയുമ്പോൾ ഇതിൽ നിന്ന് മാറ്റാം. ശ്രദ്ധിച്ച് നിന്നാൽ മതി. പലതിനും പല മൂക്കലാണല്ലോ, അത് കാരണം ശ്രദ്ധിക്കണം. ഇതൊരു സൈഡ് ചെറുതായിട്ടായി തുടങ്ങി. തിരിച്ചിടാം. റോസ്റ്റഡ് ടൊമാറ്റോ ആയിക്കൊണ്ടിരിക്കുക. ഗാർലിക് ഇതേ ആയി വരുന്നു. തിരിച്ചും മറിച്ചുമൊക്കെ ഇട്ട് കൊടുക്കാം. എല്ലാം റോസ്റ്റിംഗ് പ്രോസസ്സാണ്. സവാളയൊക്കെ ഇങ്ങനെ തിരിച്ചിട്ടോ. ഇത് ശരിക്കും സിസ്ലേഴ്സിൻ്റെയൊക്കെ ഒരു പടമാണ് ഇപ്പോൾ. അതായത് സിസ്ലേഴ്സൊക്കെ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ കിട്ടുന്നൊരു മണം. ചെറിയൊരു എന്താ പറയുക, സ്മോക്ഡ് ബ്യൂട്ടിഫുൾ സ്മെൽ. ഇതിങ്ങനെ ഏകദേശമൊക്കെ ആയി വരുമ്പോൾ ഇത് തീ ഓഫ് ചെയ്യാറായി വരുന്നു. ഈ സമയത്ത് തീ അല്പം ഒന്ന് കുറയ്ക്കാം. കുറച്ച് ഉപ്പ്, പിന്നെ കുറച്ച് മുളക് പൊടി, മുളക് പൊടിയൊക്കെ എരിവിനനുസരിച്ചിട്ട് ചേർക്കാം. ഇതിപ്പോൾ ഞാൻ ഒരുപാട് എരിവാക്കുന്നില്ല, ഒരു 1-1.5 ടീസ്പൂൺ വരെ ആകാം. ഓക്കെ,
തീ ഓഫ് ചെയ്യാറാകുന്ന സമയത്താണ് എണ്ണ ചേർന്നത്. ഓക്കെ, എല്ലാം നല്ല റോസ്റ്റഡ് ആയി വന്നില്ലേ. അപ്പോൾ ആ മുളകിൻ്റെ പച്ചച്ചുവയൊന്നും മാറണം, അത്രേ ഉള്ളൂ. തീ ഓഫ് ചെയ്യാം. അപ്പോൾ ഇത് ആയി കഴിഞ്ഞു. അതേ നോക്കിയാൽ ഒരു നല്ല ഞാൻ പറഞ്ഞില്ലേ സിസ്ലറിൻ്റെ ഒരു മണമാണ്. ഇത് റോസ്റ്റഡ് സംഭവങ്ങളെല്ലാം കൂടി. ഇനി ഇത് അല്പം ഒന്ന് തണുക്കാൻ വെയിറ്റ് ചെയ്തിട്ട് മിക്സ് ചെയ്ത ജാറിലിട്ടിട്ട് ഒന്ന് ക്രഷ് ചെയ്തെടുക്കാം. ഒരുപാട് പേസ്റ്റ് ആകണ്ട, ജസ്റ്റ് ഒന്ന് ക്രഷ് ചെയ്തെടുക്കാം. ഒന്ന് തണുത്തോട്ടെ. വെളുത്തുള്ളി എല്ലാം റോസ്റ്റായി കഴിഞ്ഞു. മണം, സ്മോക്ഡ് മണം, നല്ല മണം. ഇതിപ്പോൾ ഒരു തവയിൽ വെച്ച് ചെയ്താലും മതി, ഒരു ദോശക്കല്ലിലോ ഇച്ചിരി വെണ്ണ തടവിയിട്ട് ഇങ്ങനെ കവിഴ്ത്തി വെച്ചിട്ട് ചെയ്യാം. ഇനി ഒന്ന് ബ്ലെൻഡ് ചെയ്തെടുക്കാം ചെറുതായിട്ട്. ഈ രീതിയിലാണ് അരച്ചെടുക്കേണ്ടത്. നമ്മുടെ ടൊമാറ്റോ ചട്നി റെഡി. സ്മോക്ഡ് ടൊമാറ്റോ ചട്നി എന്നാണ് ഇതിന് പറയുന്നത്. ഇനി ഇതിനകത്തേക്ക് ഒരല്പം പഞ്ചസാര, ഒരു 1/4 ടീസ്പൂൺ എന്ന് പറയാം. എല്ലാം ഒന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടി മാത്രം. പിന്നെ ഇച്ചിരി ഒരു കായപ്പൊടിയും കൂടി ചേർക്കാം. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പം നല്ലൊരു സൈഡ് ഡിഷ് റെഡി, സ്മോക്ഡ് ടൊമാറ്റോ ചട്നി. അങ്ങനെ നമ്മുടെ ക്രിസ്പി ലാച്ച പൊറോട്ട ഈസ് റെഡി. ഇത് നല്ല അത്യാവശ്യം ഘനം കുറച്ച് തന്നെ ചെയ്യണം, അങ്ങനെയാണെങ്കിൽ ഈ ഒരു ക്രിസ്പിനെസ് നമുക്ക് കിട്ടുള്ളൂ. അതുപോലെ തന്നെ ഇത് താഴെ ഇരിക്കുന്നു ഒണിയൻ ആൻഡ് ഗാർലിക്. ഓക്കെ, ഇത് താഴോട്ട് ഇത് തന്നെയാണ് എവറിത്തിങ്. പിന്നെന്താ, ഇതൊരു 6 എണ്ണം ടോട്ടൽ, ഈ ഒരു 2 കപ്പ് മാവിൽ. ഇത് നോക്കിയേ, ടൊമാറ്റോ സ്മോക്ഡ് അല്ലെങ്കിൽ ബേൺഡ് ടൊമാറ്റോ ചട്നി എന്ന് പറയാം, സ്മോക്ഡ്. ഇത് നല്ലൊരു കോമ്പിനേഷനായിരിക്കും. എളുപ്പത്തിൽ ചെയ്യുകയും ചെയ്യാം, ടേസ്റ്റും ഉണ്ടാവും. ഇനി നമ്മുടെ ലച്ച പറാത്ത ഞാൻ കാണിച്ചു തരാം. ദേ നോക്കിക്കോളൂ, ആ ഒരു ക്രിസ്പിനെസ് കണ്ടോ, ലെയേഴ്സ് കാണാമല്ലോ അല്ലേ. ഇനി ഇതിൻ്റെ കൂടെയാണ് നമ്മൾ ചട്നി നോക്കിയേ, ആവശ്യാനുസരണം എടുക്കാം. ഇങ്ങനെ എടുക്കുമ്പോൾ ഞാൻ കാണിച്ചു തരാം. ലെയേഴ്സ് ഇങ്ങനെ കാണാം, ഉള്ളിലേക്ക് നല്ല കരിപ്പായിട്ടിരിക്കുന്നു. ടൊമാറ്റോ ചട്നി ഇങ്ങനെ എടുക്കണു, ഇതാ കഴിക്കാൻ പോകും. ആഹാ, എന്ത് ടേസ്റ്റാ, വർണ്ണിക്കാൻ വാക്കുകളില്ല. ഇത് നല്ല ഫ്ലേക്കി ആയിട്ടിരിക്കും. നോക്കിയാൽ അടുത്ത് വന്ന് കാണിച്ചു തരാം. ഇങ്ങനെ ലെയേഴ്സ് ഒക്കെ ലെയേഴ്സാ. all the beautiful layers with the tomato chutney, smoked. 2 എണ്ണം കഴിച്ചാൽ വേറെ അറിയും സുഖമായിട്ട്. ഞങ്ങളിവിടെ 3 ആൾക്കാരേ ഉള്ളൂ, 6 എണ്ണം ഉണ്ട്, ധാരാളം. ഞാനൊന്നേ കഴിക്കുള്ളൂ കേട്ടോ, ടേസ്റ്റിംഗ് ആയതുകൊണ്ട്. എൻ്റെ ഡയറ്റ് പ്ലാനിലുള്ളതല്ല ഇത്, ഇന്ന് ചീറ്റിംഗ് ഡേ. ഓക്കെ, നല്ല രസമുണ്ട്. ഇതെന്ത് നല്ല കോമ്പിനേഷൻ അറിയോ. ഡിന്നർ കുശാൽ. 1 എണ്ണം കഴിക്കുമ്പോൾ തന്നെ വേറെ പറയും. ഇത് ഓക്കെ, ഗാർലിക് ആൻഡ് ഒണിയൻ. ഓക്കെ, ഇതും അതുപോലെ ഈക്വലി ഗുഡാണ്. പക്ഷേ ഇതിന് ഒരു ഗാർലിക് ടേസ്റ്റും കൂടി വരും, അപ്പോൾ അത് വേറെ സ്മോക്ഡ് ഗാർലിക് ടേസ്റ്റ് ആയിരിക്കും വരുന്നത്. നോക്കി, അഗെയിൻ ലെയേഴ്സാണ്. നമ്മുടെ കേരള പൊറോട്ടയൊക്കെ കഴിക്കുന്ന പോലെ ഉണ്ടോ.
എൻറ്റയർലി ഡിഫറെൻറ്റ് ടേസ്റ്റ്. ഇത് സ്പ്രിംഗ് ഓണിയൻ്റെ ടേസ്റ്റ്, അത് എക്സാക്ട്ലി വേറൊരു ടേസ്റ്റാണ്. ഉള്ളിയും ഗാർലിക്കും കൂടി വരുമ്പോൾ പിന്നെ അതിൻ്റെ കൂടെ ആ ഒരു നമ്മുടെ ചില്ലി ഫ്ലേക്സ് എല്ലാം കൂടി വരുമ്പോൾ ഗംഭീരമായിട്ടുണ്ട്. അപ്പം ഞങ്ങളുടെ ഡിന്നർ ഇവിടെ കുശാൽ. നിങ്ങളുടെ ഡിന്നർ ഇതുപോലെ കുശാലാക്കുക, അടിപൊളിയാക്കി. ഇത് എല്ലാ ദിവസവും കഴിക്കണമെന്ന് ഞാൻ പറയില്ല, കാര്യം ഗീ ഓയിലൊക്കെ കൂടുതൽ ചേർത്തിട്ടാണ്. ഇത് ആഴ്ചയിൽ 1 ദിവസമോ 2 ദിവസമൊക്കെ മാക്സിമം, അല്ലെങ്കിൽ മാസത്തിൽ 1-2 പ്രാവശ്യം ആയാലും കുഴപ്പമില്ല. പക്ഷേ നമ്മളൊരു റെസ്റ്റോറൻറ്റിൽ പോയി കഴിച്ചാൽ പോലും ഈ ഒരു ടേസ്റ്റ് നമുക്ക് കിട്ടില്ല. നമുക്ക് ഒതൻറ്റിക്കായിട്ട് ഉണ്ടാക്കി നോക്കണം. ഫീഡ്ബാക്ക് തരാൻ മറക്കണ്ട. ഓക്കെ, അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാണെന്ന് വിചാരിക്കട്ടെ. അപ്പോൾ ഉണ്ടാക്കി നോക്കണം, തീർച്ചയായിട്ടും നമുക്ക് ഇഷ്ടപ്പെടും. അതാണ് ഞാൻ മനസ്സിൽ കാണുന്നത്. അപ്പോൾ സന്തോഷം. ഓക്കെ, അപ്പോൾ താങ്ക് യു സോ മച്ച്. താങ്ക് യു ഫോർ വാച്ചിങ് ആൻഡ് കീപ് ഓൺ വാച്ചിങ് ലക്ഷ്മി നായർ വ്ളോഗ്സ്. ലവ് യു ഓൾ.